our Jesus Lives Ministries, distributing living bread to the dying world. വൻമഴ പെയ്യും നേരത്തും ഞാൻ നിർഭയമായി വസിക്കും. കാറ്റടിച്ചാലും ഉച്ചത്തിൽ പാടിടും ഞാനെൻ കോട്ടയിൽ. എന്നേശു ഇമ്മാനുവേൽ, ഞാൻ നിൽക്കുന്നതീ പാറമേ, ഞാൻ നിൽക്കുന്നതീ പാറമേ. എൻ നീതിയും വിശുദ്ധിയും എന്നേശുവും താൻ രക്തവും. വേറില്ല ആത്മ ശരണം, വേറില്ല പാപഹരണം. എന്നേശു ഇമ്മാനുവേൽ, ഞാൻ നിൽക്കുന്നതീ പാറമേ, ഞാൻ നിൽക്കുന്നതീ പാറമേ. ശുദ്ധമുള്ള അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് നമുക്ക് ദൈവസന്നിധി ധ്യാനിക്കാം. ആക്ട്സ് ചാപ്റ്റർ 1 വേഴ്സസ് 6-8. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം അവർ കാണെ അവൻ ആരോഹണം ചെയ്തു. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ നിയമ തിരുവെഴുത്താണ് ഈ വാക്യത്തിൽ നാം കാണുന്നത്. ഈ വായിച്ച് കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്നതൊന്നുമല്ല ഇന്ന് രാത്രി ഞാൻ ദൈവസന്നിധിയിൽ ധ്യാനിപ്പാൻ പോകുന്നത്. ഒരു പ്രത്യേക മേഖലയിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിയോഗം തന്നതനുസരിച്ച് ശുശ്രൂഷിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. യേശുവിന്റെ ഐകിക ശുശ്രൂഷ അവസാനിച്ച ശേഷം, തന്റെ മരണ പുനരുത്ഥാനത്തിന് ശേഷം, സ്വർഗാരോഹണത്തിന് മുന്നമേ കൂടിയിരുന്ന 11 ശിഷ്യഗണങ്ങളുമായി കർത്താവ് പങ്കിട്ട സമയത്ത് ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചതിന് മറുപടിയായി കർത്താവ് പറഞ്ഞ ഒരു ശ്രേഷ്ഠമേറിയ ആലോചനയാണ് ഇവിടെ 7ഉം 8ഉം വാക്യത്തിൽ കാണുന്നത്. 6ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, അവർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ യേശു കർത്താവിനോട് ചോദിച്ചു, ലോർഡ്, ആർ യു അറ്റ് ദിസ് ടൈം ഗോയിങ് ടു റെസ്റ്റോർ ദ കിങ്ഡം ഫോർ ഇസ്രായേൽ? കർത്താവെ, നീ ഈ കാലത്തിലോ ഇസ്രായേലിന് രാജ്യം യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുന്നത്? എന്നാൽ അതിന് മറുപടിയായി കർത്താവ് പറഞ്ഞത്, ഇറ്റ് ഈസ് നോട്ട് ഫോർ യു ടു നോ ദ ടൈം ആൻഡ് സീസൺ വിച്ച് മൈ ഫാദർ ഹാസ് പുട്ട് ഇൻ ഹിസ് ഓൺ അതോറിറ്റി. പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിരിക്കുന്ന കാലങ്ങളോ സമയങ്ങളോ നിങ്ങൾക്കായിട്ടുള്ളതല്ല. ബട്ട് യു വിൽ റിസീവ് ദ പവർ വെൻ ദ ഹോളി സ്പിരിറ്റ് ഹാസ് കം അപ്പോൺ യു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യു ഷാൾ ബി വിറ്റ്നസസ് ടു മീ. നിങ്ങൾ എനിക്ക് സാക്ഷികളാകും. എവിടെയെല്ലാം? യെരുശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എനിക്ക് സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ചിന്തിക്കാൻ പോകുന്ന വിഷയം, ആരാണ് സാക്ഷി എന്നുള്ളതാണ്. ശ്രദ്ധിക്കണമേ, നിങ്ങളുടെ ശ്രദ്ധ അലക്ഷ്യമാകാതെ അല്പസമയം നിങ്ങൾ ശ്രദ്ധയോടെ ആയിരുന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് തന്ന ആ വെളിപ്പാട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ഞാൻ വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഇന്ന് രാത്രി ശുശ്രൂഷിക്കുന്നത്. വളരെ ശാന്തമായി കർത്താവ് ജനത്തെ ഉപദേശിച്ച ഭാഷ്യത്തിൽ ആ രീതിയിൽ നമ്മൾ അതിനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അകത്ത് എന്തെങ്കിലും കയറുകയുള്ളൂ. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. ഇവിടെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് അവസാനമായി വെളിപ്പെടുത്തിയ ശ്രേഷ്ഠമേറിയ ഒരു ആലോചനയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എനിക്ക് എന്റെ സാക്ഷികളാകും. വേദപുസ്തകം പഠിക്കുമ്പോൾ ആരാണ് സാക്ഷി? ലോകപ്രകാരം നീതിന്യായ കോടതിയുടെ സംവിധാനം പഠിച്ചു കഴിഞ്ഞാൽ കോടതിയിൽ ന്യായാധിപനും അതുപോലെ ന്യായാധിപന്റെ മുമ്പാകെ നിൽക്കുന്ന അഡ്വക്കേറ്റുമാരും ഒഴിച്ചു കഴിഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളാണ് കോടതിയിൽ വിശിഷ്ട നോട്ടപ്പുള്ളികളായിട്ട് കാണാറുള്ളത്. ഒന്ന് ദ കംപ്ലൈനന്റ് അല്ലെങ്കിൽ പെറ്റീഷണർ അല്ലെങ്കിൽ ഹർജിക്കാരൻ അല്ലെങ്കിൽ പരാതിക്കാരൻ. മറ്റൊരു കൂട്ടര് ദി അക്യൂസ്ഡ്, കുറ്റാരോപിതരായ വ്യക്തി. ഈ രണ്ട് വ്യക്തികളെയും കോടതിയിൽ ന്യായാധിപന്റെ മുൻപാകെ ഇവരെ വിസ്തരിക്കാറുണ്ട്, ഇവരെ എക്സാമിൻ ചെയ്യാറുണ്ട്. മാത്രമല്ല പരാതിക്കാരന്റെ ഭാഗം തന്റെ ഭാഗം കറക്റ്റാണെന്ന്, ശരിയാണെന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി വാദപ്രതിവാദങ്ങളൊക്കെ കോടതിയിൽ നിയമത്തിനനുസൃതമായ രീതിയിൽ നടക്കാറുണ്ട്. പ്രതിഭാഗം താൻ കുറ്റാരോപിതനല്ല എന്ന് തെളിയിപ്പാനായി താനും കോടതിയിൽ നിയമാനുസൃതം വാദിക്കാറുണ്ട്. എന്നാൽ വാദിക്കാത്ത, കേവലം വിസ്തരിക്കപ്പെടുന്ന ഒരു കൂട്ടര് ഇതിനകത്തുണ്ട്. അവരാണ് സാക്ഷികൾ. ന്യായാധിപന്റെ കൽപ്പന പ്രകാരം, ഓർഡർ പ്രകാരമാണ്, സമ്മൻസ് ലഭിച്ചിട്ടാണ് കോടതിയുടെ മുമ്പാകെ ഇവർ ഹാജരാകുന്നത്. ഇവരുടെ ദൗത്യം നിഷ്പക്ഷമായി നിന്നുകൊണ്ട് വാദിയുടെ ഭാഗമാണെങ്കിലും താൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ സത്യമായി ബോധിപ്പിക്കേണ്ടത് ആവശ്യം. മാത്രമല്ല ഒരു പ്രത്യേക ഒരു ഉടമ്പടി ചൊല്ലിക്കും, കോടതിയിൽ ഞാൻ സത്യം മാത്രമേ പറയൂ. ഇതെല്ലാം പറഞ്ഞ ശേഷമാണ് ഒരു സാക്ഷിയെ കോടതിയിൽ വിസ്തരിക്കുന്നത്. കുറ്റാരോപിതന്റെ സാക്ഷിയാണെങ്കിലും വാദിയുടെ സാക്ഷിയാണെങ്കിലും സാക്ഷിയിൽ നിക്ഷിപ്തമായിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് താൻ കണ്ടത്, കണ്ണുകൊണ്ട് കണ്ടത് അതുപോലെ തന്നെ കോടതിയിൽ ന്യായാധിപന്റെ മുമ്പാകെ ബോധിപ്പിക്കുക. രണ്ട്, താൻ കേട്ടത് അതുപോലെ തന്നെ ബോധിപ്പിക്കുക. സാക്ഷിയിൽ രണ്ട് പ്രധാന സംഭവങ്ങളുണ്ട്. ഒന്ന് കണ്ടത്, മറ്റത് കേട്ടതുമായ കാര്യങ്ങൾ. ഈ സാക്ഷി ഈ ന്യായാധിപന് മുമ്പാകെ പോയിട്ട് ഇപ്രകാരം പറയും, മാസ്റ്റർ, യജമാനനെ, ഇദ്ദേഹം ഇന്ന് കുറ്റകൃത്യം ചെയ്യുന്നത് ഞാൻ കണ്ടതാണ്. യജമാനനെ, ഇന്ന രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടി ഗൂഢാലോചന ചെയ്തപ്പോൾ ഞാനത് കേട്ടതാണ്. പിന്നീടുള്ള കാര്യങ്ങൾ സാക്ഷികളെ വിസ്തരിച്ചതിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ന്യായാധിപൻ ഇവരെ വിസ്തരിക്കുന്നത്. അതിന്റെ വിഷയത്തിൽപ്പെട്ട കാര്യമല്ല. നമ്മുടെ വിഷയം സാക്ഷി എന്നുള്ളതാണ്. യേശു കർത്താവ് പറഞ്ഞു, when the Holy Spirit has come upon you, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്റെ സാക്ഷികളാകും. സാക്ഷികളാകും എന്നതിന് മുന്നമേ കർത്താവ് പറഞ്ഞൊരു കാര്യം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ലഭിക്കും? ശക്തി ലഭിക്കും. ഏതാണ്
ആ ശക്തി. ഇന്ന് രാത്രി അതും നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ഒന്നാമത്തെ കാര്യം, ഏതാണ് ആ ശക്തി? 2, നിങ്ങൾ യെരുശലേമിലും യഹൂദ്യരെല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. എങ്ങനെയാണ്? 2000 കൊല്ലം മുമ്പ് ലോകത്തിൽ വെളിപ്പെട്ടു ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നമുക്ക് സാക്ഷിക്കാൻ പറ്റുന്നത്. എന്നാൽ അപ്പോസ്തോലിക കാഴ്ചപ്പാട് അവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല എന്നും, അതിന്നും ദൈവം തന്റെ പരിശുദ്ധാത്മാ നിമിത്തമായി ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽപ്പെട്ട തന്റെ ഭക്തന്മാരെ കൊണ്ട് ഇന്നും കർത്താവ് ആ ശുശ്രൂഷ ചെയ്യിക്കുന്നു എന്നുള്ളതും മറച്ചു വയ്ക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ വിസ്മരിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും, എന്നിട്ട് നിങ്ങൾ എന്റെ സാക്ഷികളാകും എന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു. അതിന്റെ അർത്ഥം, ഈ 11 ശിഷ്യന്മാരും യേശുവിന്റെ കഷ്ടാനുഭവങ്ങൾക്ക് സാക്ഷിയാണ്, യേശുവിന്റെ മരണത്തിന് സാക്ഷികളാണ്, യേശുവിന്റെ പുനരുത്ഥാനത്തിനും അവർ സാക്ഷികളാണ്. പക്ഷേ ഈ രീതിയിൽ ഇവരെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കയില്ല എന്ന് കർത്താവിന് അറിയാവുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവ് വന്നിട്ട് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ വെളിപ്പെട്ട പുനരുത്ഥാനത്തിന്റെ ശക്തി ഇവരിലേക്ക് പകരപ്പെട്ട ശേഷം മാത്രമാണ് ഇവർ യേശുവിന്റെ സാക്ഷികളാകാൻ പാടൂ എന്നുള്ളത് ദൈവത്തിന്റെ ഹല്ലേലൂയ നിർണയമായിരുന്നു. അതുകൊണ്ടാണ് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം ഉടനെ തന്നെ ഇവരെ ലോകത്തിന്റെ ഓരോ ഭാഗത്തേക്കും പറഞ്ഞയക്കാതെ പിതാവിനോട് കേട്ട വാഗ്ദാനം നിവർത്തിക്കുന്നതുവരെയും നഗരം വിട്ട് വാങ്ങിപ്പോകാതെ കാത്തിരിക്കണമെന്ന് കർത്താവ് അവർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ എല്ലാ കാലത്തേക്കുമുള്ളതാണ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് ഒരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല. നമ്മുടെ ദൈവം പഴയ ദൈവമല്ല, നമ്മുടെ ദൈവം നിത്യനാണ്. വേദപുസ്തകം പഠിക്കുമ്പോൾ മലയാളത്തില് ഭാഷാന്തര പെശകുണ്ടെങ്കിലും അവിടെ പറഞ്ഞിരിക്കുന്നത്, ആവർത്തന പുസ്തകം 36-ാം അധ്യായത്തിൽ എടുക്കണം, അവിടെ പറഞ്ഞത് ഇറ്റേണൽ ഗാഡ് ഈസ് അവർ റെഫ്യൂജ്. നിത്യനായ ദൈവം നമ്മുടെ സങ്കേതം. ഇവിടെ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് പുരാതനനായ ദൈവം നമ്മുടെ സങ്കേതം എന്നാണ്. അതിന് തനതായ ഭാഷാന്തരത്തിൽ അറിഞ്ഞിരിക്കേണ്ടത് നിത്യനായ ദൈവം നമ്മുടെ സങ്കേതം, കീഴെ ശാശ്വത ഭുജമുള്ളവൻ. നമ്മുടെ ദൈവം മാറ്റമില്ലാത്തവനായതുകൊണ്ട്, ഇന്നലെയും ഇന്നും എന്നും നമ്മുടെ കർത്താവ് അനന്യനായതുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് ഒരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല. മാത്രമല്ല, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതാണെന്നും ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ നമുക്ക് പ്രത്യാശയുണ്ടെന്നും നമുക്ക് ഉറപ്പാക്കുന്ന ഒരു സംഭവമുണ്ട്. എങ്ങനെയാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ എങ്ങനെയാണ് അതിന് ഉറപ്പുണ്ടെന്ന് നാം അറിയുന്നത്? തിരുവെഴുത്ത് ആധികാരികമായി പഠിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവം മോശയോട് കൽപ്പിച്ചു പെസഹ കുഞ്ഞാടിനെ അറുക്കണമെന്ന്. പെസഹ കുഞ്ഞാടിനെ അറുത്ത ശേഷം അതിന് രക്തമെടുത്ത് കട്ടിലക്കാൽ 2-ന്മേലും കുറുമ്പടിമേലും തളിക്കണമെന്ന് ദൈവം കൽപ്പിച്ചു. അതിന്റെ അർത്ഥം, ഇസ്രായേൽ ജനം ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നത് കുരിശിന്റെ നിഴലിലൂടെയായിരുന്നു. കട്ടിലക്കാൽ 2-ന്മേലും കുറുമ്പടിമേലും രക്തം തളിക്കണമെന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ അതർത്ഥമാക്കിയത് വിദൂര ഭാവിയിൽ കാൽവരയിൽ വെളിപ്പെടുവാനുള്ള ക്രൂശീകരണത്തിന്റെ മുന്നോടിയായി പരിശുദ്ധാത്മാവിൽ മോശയ്ക്ക് ലഭിച്ച വെളിപ്പാടായിരുന്നു. അതിന്റെ അർത്ഥം, ഇസ്രായേൽ ജനം മിസ്രൈം വിട്ട് പുറപ്പെട്ടു പോകുന്നത് ക്രൂശിന്റെ മറവിലൂടെയായിരുന്നു. വേദപുസ്തകത്തിൽ എവിടെയെല്ലാം നാം ക്രൂശ് കാണുന്നുണ്ടോ അവിടെയെല്ലാം വിടുതൽ വ്യാപരിച്ചതായിട്ട് നാം കാണുന്നു. ഈ ആട്ടിൻകുട്ടി ആണായിരിക്കണം, അത് 1 വയസ്സ് പ്രായമുള്ളതായിരിക്കണം, അത് ഊനമില്ലാത്തതായിരിക്കണം. ഹല്ലേലൂയ. മാത്രമല്ല, അതിനെ അർത്ഥശേഷം അതിന്റെ ഓരോ ഭാഗങ്ങളും എങ്ങനെ
ക്രമീകരിക്കണമെന്നൊക്കെ കൈകാര്യം ചെയ്യണമെന്നെല്ലാം ദൈവം മോശയ്ക്ക് കൽപ്പിച്ചപ്പോൾ കർശനമായി ദൈവം കൽപ്പിച്ച ഒരു കാര്യമുണ്ട്. അതിന്റെ അസ്ഥികളൊന്നും ഒരു നാളും ഒടിയുവാൻ പാടില്ല. അതുകൊണ്ടാണ് ഹല്ലേലൂയ തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്, according to the Bible, according to the scripture, the bond symbolizes the promise of God. ഇവിടെ അസ്ഥി എന്ന് കാണിക്കുന്നത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെയാണ്. ഇത് നിമിത്തമാണ് ദൈവം മോശയോട് കൽപ്പിച്ചത് ഊനമില്ലാത്തതിന് വേണം ഹല്ലേലൂയ പെസഹായിക്ക് അറുക്കുവാനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീകമായതുകൊണ്ട് ഇതിന്റെ അസ്ഥികൾ ഒരു നാളും ഒടിയുവാൻ പാടില്ല എന്ന് ദൈവം കൽപ്പിച്ചു. മാത്രമല്ല, യേശു കർത്താവ് കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നപ്പോഴും അവന്റെ ശരീരം ചതയപ്പെട്ടെങ്കിലും, അവന്റെ ശരീരം കീറപ്പെട്ടെങ്കിലും, അവന്റെ ശരീരം നുറുങ്ങിയെങ്കിലും തിരുവെഴുത്ത് പറയുന്നു അവന്റെ അസ്ഥികൾ ഒരു നാളും ഒടിഞ്ഞു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ പറഞ്ഞതിന് അന്ന് നിവൃത്തി സംഭവിച്ചു. അതിന്റെ അർത്ഥം that reconfirms that we have confidence in his promise. അവന്റെ വാഗ്ദത്തങ്ങളിൽ നമുക്ക് പ്രത്യാശയുണ്ട്, വിശ്വസിക്കാം എന്നുള്ളതിന്റെ ഉറപ്പ് യേശു കർത്താവിന്റെ കാൽവറിയിലെ യാഗനിമിത്തമായി നമുക്ക് വെളിപ്പെട്ടു. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് ഒരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ നമ്മൾ ഒരിക്കലും സംശയിക്കരുത്. പ്രൈസ് ഗോഡ്. കർത്താവ് പറഞ്ഞു, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദാനത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. ഹല്ലേലൂയ. വാക്കു പറഞ്ഞവൻ അത് നിവർത്തിക്കും. പക്ഷേ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ല എന്നുള്ളത് സത്യം തന്നെ ആയിരിക്കെ വാഗ്ദാനങ്ങളുടെ നിവൃത്തീകരണ കാലഘട്ടം ദൈവം ആർക്കും സമയത്തിന് മുന്നമേ വെളിപ്പെടുത്താറില്ല. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് കർത്താവ് അവരോട് പറഞ്ഞത്, നിങ്ങൾ യെരുശലേമിൽ നഗരം വിട്ട് വാങ്ങിപ്പോകാതെ കാത്തിരിക്കണമെന്ന് കൽപ്പിച്ചത്. പ്രൈസ് ഗോഡ്. ഈ ഭാഗം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളത്തിലിട്ട് തന്നപ്പോൾ എന്നെ കൊണ്ടുപോയ ഒന്ന് രണ്ട് മേഖലകളുണ്ട് തിരുവെഴുത്തിൽ. പ്രൈസ് ഗോഡ്. പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാർ അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ യേശുവിന്റെ കഷ്ടാനുഭവത്തിനും മരണത്തിനും പുനരുത്ഥാനത്തിനൊക്കെ സാക്ഷികളാണ്. എന്നാൽ ഇങ്ങനെ യേശുവിന്റെ കഷ്ടാനുഭവവും മരണവും പുനരുത്ഥാനവും കേവലം കണ്ട് പോയി സാക്ഷിപ്പാനായിരുന്നില്ല യേശു കർത്താവ് അവരെ വിളിച്ചത്. അങ്ങനെയായിരുന്നുവെങ്കിൽ സഭയുടെ ആദിമ കാലഘട്ടത്തിൽ തന്നെ അപ്പോസ്തലിക ശുശ്രൂഷ അവസാനിക്കുമായിരുന്നു. എന്നാൽ അതന്നും ഇന്നും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിപ്പാൻ തക്കവണ്ണം ദൈവം എക്കാലത്തേക്കുമായിട്ട് ചെയ്തിരിക്കുന്ന നിത്യമായ നിയമം ദൈവത്തിന്റെ പ്ലാനും നിർണയവുമായതുകൊണ്ട് ഹല്ലേലൂയ യേശുവിന്റെ കഷ്ടാനുഭവം നേരിട്ട് കണ്ട അപ്പോസ്തലന്മാരും യേശുവിന്റെ കഷ്ടാനുഭവത്തെ നേരിട്ട് കാണാൻ അവസരം ലഭിക്കാതെ പോയ അപ്പോസ്തലന്മാരിൽ പൗലോസ്ലീഹ അടക്കവും ഇന്നുള്ള അപ്പോസ്തലന്മാർക്കെല്ലാം അന്ന് നേരിട്ട് കണ്ട ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്ത അതേ ശക്തി, പുനരുത്ഥാനത്തിന്റെ ശക്തിയാണ് ദൈവം പകരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്നുള്ളത് യേശുവിന്റെ പുനരുത്ഥാനമാണ്. ലോക ചരിത്രത്തിൽ, മാനവ ചരിത്രത്തിൽ മരണം ആസ്വദിച്ച ഒരുവൻ മാത്രമേ ലോകം കണ്ടിട്ടുള്ളൂ. അത് യേശു കർത്താവാണ്. തിരുവെഴുത്ത് പറയുന്നത് എബ്രായ 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം പറയുന്നു, ഫോർ ഹി ടേസ്റ്റഡ് ദ ഡെത്ത് ഫോർ എവ്രി വൺ ഓഫ് us. നമുക്കെല്ലാവർക്കും വേണ്ടി അവൻ മരണം ടേസ്റ്റ് ചെയ്തു, ആസ്വദിച്ചു. മരണം ആസ്വദിച്ച് മരിച്ച് അടക്കം ചെയ്യപ്പെട്ട് ഹല്ലേലൂയ മടങ്ങി ഉയർത്തെഴുന്നേറ്റ് വന്ന് ശിഷ്യഗണത്തിന് തന്നെത്താൻ വെളിപ്പെടുത്തി, ഇത് ഞാൻ തന്നെയാകുന്നു എന്ന് പറഞ്ഞ് വെളിപ്പെടുത്തി കൊടുത്ത ഒരുവൻ ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ യേശു മാത്രമാണ്. ഹല്ലേലൂയ. യേശു മരിച്ച് മടങ്ങി വന്നത്, ഉയർത്തെഴുന്നേറ്റു വന്നത് കേവലം ആത്മാവിന്റെ രൂപത്തിലല്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം എടുക്കേണ്ട അവസാനത്തെ അധ്യായം പഠിക്കുമ്പോൾ ഹല്ലേലൂയ കടൽക്കരയിൽ നിന്ന് യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ചിലർ ഭൂതമാണെന്ന് വിചാരിച്ചു ഭയപ്പെട്ടു. എന്നാൽ യേശു അവരോട് പറഞ്ഞു, ഇത് ഞാൻ തന്നെയാകുന്നു, ഭൂതമല്ല. ഹല്ലേലൂയ. ഭൂതത്തിന് അസ്ഥിയും മാംസവും ഒന്നും ഇല്ലല്ലോ. യേശു മടങ്ങി വന്നത് കേവലം ആത്മാവിന്റെ രൂപത്തിലല്ല,
അസ്ഥിയോടെ മാംസത്തോടെ യേശു മടങ്ങി ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വന്നു. ഇങ്ങനെ മരിച്ച് മടങ്ങി വന്ന ഒരുവൻ ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ യേശു അല്ലാതെ മറ്റാരുമില്ല. ഉലകമഹാന്മാർ കല്ലറകളിൽ ഉറങ്ങുമ്പോൾ കേവലം ഒരു തുറന്ന കല്ലറയുള്ളത് കൊണ്ടല്ല ഞാൻ യേശുവിൽ വിശ്വസിച്ചത്. അവൻ ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് ഒരു കല്ലറ ഒഴിഞ്ഞതായിട്ട് ലോകത്തിന് വെളിപ്പെട്ടത്. മാത്രമല്ല, സഭയുടെ അടിസ്ഥാനം എന്നുള്ളത് കേവലം ഏതെങ്കിലും എഴുതിക്കൂട്ടിയ തട്ടിക്കൂട്ടിയുണ്ടാക്കിയ ചട്ടക്കൂടുകളല്ല. ദൈവസഭയുടെ അടിസ്ഥാനം എന്നുള്ളത് യേശുവിന്റെ പുനരുത്ഥാനമാണ്. യേശുവിന്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് തിരുവെഴുത്ത് പഠിക്കുമ്പോൾ അവൻ മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. മരണം ആസ്വദിച്ച് അവൻ മടങ്ങി വന്നു. പ്രൈസ് ഗാഡ്. അങ്ങനെ തന്നെത്താൻ ലോകത്തിന് വെളിപ്പെടുത്തി 500-ലധികം പേർക്കും ശിഷ്യന്മാർക്കും അപ്പോസ്തലന്മാർക്കും പ്രത്യക്ഷനായി അനേക അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് തെളിയിച്ച് താൻ അവരോടൊപ്പം സഞ്ചരിച്ച് അവരോടൊപ്പം ഭക്ഷിച്ച്, ഹല്ലേലൂയ, തന്റെ കഷ്ടാനുഭവത്തിന് മുന്നേയുള്ള കാലഘട്ടങ്ങളിൽ അവരെ പഠിപ്പിച്ചത് മുഴുവനും അവർക്ക് ഓർമ്മ വരുത്തിയ ശേഷമാണ് യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാർക്ക് കർത്താവ് വാഗ്ദത്തം ചെയ്തത്, ഹല്ലേലൂയ, യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം അവർക്ക് ലഭിക്കാനുള്ളതിനെ വിരൽ ചൂണ്ടിയായിരുന്നു. യാക്കോബ സഭയില് ഈ പെന്തക്കോസ്ത് പെരുന്നാളിൽ പാടുന്ന മനോഹരമായ ഒരു പാട്ടുണ്ട്. റുക്കുദിശാം യവരോഹം ചെയ്തി തീ പരിപാവനമാം നാളിൽ നരരോടു സമ്മേളിച്ചാൻ അവരെ സ്വർഗീയന്മാരാക്കിടുവാൻ പരരോടും സ്വജനത്തോടും ത്രിത്വത്തെയുൽഘോഷിപ്പാൻ തൻ വാഗ്ദാനം പ്രേക്ഷിപ്പിച്ച് ആശ്വാസം സ്ലീഹർ കേകി ഭാഷകളരുളിയവൻ ധന്യൻ. അവിടെ പറയുന്നത് റുക്കുദിശ അവരോഹം ചെയ്തിട്ട് തീ പരിപാവനമാം നാളിൽ നരരോട് സമ്മേളിച്ചാൻ അവരെ സ്വർഗീയന്മാരാക്കിടുവാൻ പറയാണ്. പരരോടും സ്വജനത്തോടും, അതായത് യഹൂദന്മാരുടെ ഇടയിൽ മാത്രമായിട്ട് ചെയ്യേണ്ട കാര്യമല്ല. ഹലോ, പരരോടും സ്വജനത്തോടും ത്രിത്വത്തെയുൽഘോഷിപ്പാൻ തൻ വാഗ്ദാനം പ്രേക്ഷിപ്പി ആശ്വാസം സ്ലീഹർ കേകി ഭാഷകൾ അരുളിയവൻ ധന്യൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തിയിടുന്ന ഉന്നതൻ നീയല്ലയോ, സ്വർലോകരെല്ലാരും ഘോഷിക്കുന്ന വല്ലഭൻ നീയല്ലയോ, ഞങ്ങൾ പാടും ആർക്കും വല്ലഭൻ നീയല്ലയോ, ഞങ്ങൾ വാഴ്ത്തും പുകഴ്ത്തും വല്ലഭൻ നീയല്ലയോ. ഒന്ന് കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ജീസസ്, ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്നതിൽ ഒരിക്കലും മടുത്തു പോരുത്. അപ്പോൾ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, പിതാവിനോട് കേട്ട വാഗ്ദാനത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. ഇതിനകത്ത് ഒത്തിരി സംഭവങ്ങളുണ്ട്. പെന്തക്കോസ്തുണ്ട്, യോവൽ സംവത്സരം, ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും
അങ്ങോട്ടൊന്നും കടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ലെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്ന ആ ഒരു ദൂത് എങ്ങനെയെങ്കിലും നിങ്ങളുടെ അകത്ത് പിടിപ്പിക്കണമെന്നുണ്ട്. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കാം. ശുദ്ധമുള്ള യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ടു സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെയിരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനായ ക്രിസ്തുവിനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. അടുത്തത് ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. മതി. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്. മെസ്സേജ് ആരംഭിക്കുന്നുള്ളൂ. 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഒരു കർത്താവിന്റെ സാക്ഷിയാകുന്ന വ്യക്തിയിൽ ഉണ്ടായിരിക്കണം. ഇവിടെ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരുമായിട്ടുള്ള അവസാനത്തെ സംഭാഷണത്തിൽ പറയാണ്, വാഗ്ദത്തം നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്റെ സാക്ഷികളാകും. അത് മനസ്സിലാക്കിയ യോഹന്നാൻ അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ പറയാണ്, that which was from the beginning, ആദി മുതലുള്ളതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും നോക്കിയതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി. ഹല്ലേലൂയ. ഇവിടെ പരിശുദ്ധാത്മാവിൽ അപ്പോസ്തലൻ പറയാണ്, 1 ആദി മുതലുള്ളത്, അനന്തകാല നിത്യതയിൽ ദൈവത്തിൽ പിതാവിൽ മറഞ്ഞുകിടന്ന മർമ്മമായിരുന്ന ക്രിസ്തു. യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ പറയാണ്, ആദിയിലുണ്ടായിരുന്നവൻ ദൈവമായിരുന്നവൻ. എന്നിട്ട് ഇവിടെ പറയാണ്, ആദി മുതലുള്ളതും. അടുത്തത് ഞങ്ങൾ കേട്ടത്. ആദി മുതലുള്ള നിത്യനായ പുത്രൻ തമ്പുരാനെ കുറിച്ച് പറഞ്ഞിട്ട് പറയാണ്, ഞങ്ങൾ കേട്ടത്. ആരോട് കേട്ടത്? പഴയ നിയമ പ്രവാചകന്മാരിലൂടെ ഞങ്ങൾ അവനെ കേട്ടു. ഉൽപ്പത്തി മുതൽ മലാക്കി പ്രവാചകന്റെ പുസ്തകം വരെ പഠിക്കുമ്പോൾ മശൈക പ്രവചനങ്ങൾ 365 ഇടങ്ങളിലായിട്ട് കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ, പുറപ്പാട് പുസ്തകത്തിൽ, ലേവ്യ പുസ്തകത്തിൽ, സംഖ്യ പുസ്തകത്തിൽ, ആവർത്തനം, ഇങ്ങനെ തുടങ്ങി പഴയ നിയമത്തിൽ ആരംഭിച്ച് ഹല്ലേലൂയ മലാഖിയിൽ അവസാനിക്കുന്ന 39 പുസ്തകങ്ങളിലുടനീളം തിരുവെഴുത്ത് ആധികാരികമായി പരിശോധിക്കുമ്പോൾ വെളിപ്പെടുവാനുള്ള മശിഹായുടെ കന്യകാജനനം തൊട്ട് അവന്റെ മരണ പുനരുത്ഥാനം മാത്രമല്ല, സഭയുടെ ജന്മത്തെക്കുറിച്ചും ഭാവിയിൽ ഹല്ലേലൂയ വിദൂര ഭാവിയിൽ മേഘാരൂഢനായി വെളിപ്പെടുവാനുള്ള മശിഹായെക്കുറിച്ചും ഹല്ലേലൂയ സഹസ്രാബ്ദത്തെക്കുറിച്ചും ഹല്ലേലൂയ ലോകത്തിൽ വെളിപ്പെടുവാനും ലോകത്ത് ഇതുവരെയും സംഭവിക്കാത്തതും ഇനി മേലെ സംഭവിക്കാത്തതുമായ അതിമഹോപദ്രവ പീഡനത്തെക്കുറിച്ചും അതിനുശേഷമുള്ള ന്യായവധിയെക്കുറിച്ചും അതിനുശേഷമുള്ള നിത്യമായ ജീവൻ യേശുവിനോടുകൂടെ നിത്യത മുതൽ നിത്യത വരെയുമുള്ള വാസത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിൽ 365 ഇടങ്ങളിലായി പ്രവാചകന്മാരിലൂടെ 1800 വർഷങ്ങളിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ പരസ്പരം കാണാതെ ജനിച്ച് ജീവിച്ച വിശുദ്ധന്മാരിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏക പുരുഷനെ കുറിച്ച് വെളിപ്പെടുത്തി. ഹല്ലേലൂയ. ഇത്ര ഭംഗിയായി ഹല്ലേലൂയ ലോക ചരിത്രത്തിൽ ഒരുവനെ കുറിച്ച് പ്രവചിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു ഗ്രന്ഥമില്ല. ജീസസ്. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ 66 പുസ്തകങ്ങൾ എടുത്ത് നോക്കിയാലും 66 പവർ സ്റ്റേഷനായിട്ട് നാം കാണുന്നു. അതിലേത് തിരിഞ്ഞ് മറിഞ്ഞു നോക്കിയാലും അതിലെല്ലാം വെളിപ്പെടുന്ന ഒരേ ഒരുവൻ മാത്രമേ ഉള്ളൂ, യേശു കർത്താവ് അത്രേ.
ഇവിടെ പരിശുദ്ധാത്മാവിൽ യോഹന്നാൻ വിളിച്ചു പറയാണ്, ആദ്യം മുതലുള്ളതും ഞങ്ങൾ അവനെക്കുറിച്ച് കേട്ടു. പ്രവാചക ശബ്ദത്തിലൂടെ അവന്റെ കന്യകാ ജനനത്തെക്കുറിച്ച്, അവന്റെ അഭിഷേകത്തെക്കുറിച്ച്, അവന്റെ സ്വഭാവത്തെക്കുറിച്ച്, അവന്റെ ശുശ്രൂഷയെക്കുറിച്ച്, അവനെ ഒറ്റിക്കൊടുക്കുന്നതിനെ കുറിച്ച്, അവന്റെ അറസ്റ്റിനെ കുറിച്ച്, അവന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച്, അവന്റെ മരണത്തെക്കുറിച്ച്, അവന്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടതും. എന്നിട്ട് അടുത്തതെടുത്ത് പറയാണ്, അടുത്ത ഭാഗം എന്താണ്? ഞങ്ങൾ കണ്ടതും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയാണ്, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിങ്കിൽ നിന്നും ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്. ലോകത്തിൽ എത്ര സുന്ദരന്മാരെ സുന്ദരികളെ കൊണ്ടുവന്നാലും, എത്ര 10,000 ലക്ഷക്കണക്കിന് സൗന്ദര്യമുള്ളവരെ കൊണ്ടുവന്നാലും യേശു അവരെക്കാൾ സുന്ദരനാണ്. ലോകത്തിൽ എത്ര ശക്തന്മാരെ കൊണ്ടുവന്നാലും യേശു അവരെക്കാൾ ശക്തനാണ്. ലോകത്തിൽ എത്ര ജ്ഞാനികളെ കൊണ്ടുവന്നാലും അവന്റെ ജ്ഞാനത്തോട് അടുത്ത് നിൽക്കുവാൻ ലോകത്തിലൊരു ജ്ഞാനികളുമില്ല. ലോകത്തിൽ എത്ര ഉന്നതന്മാരായ നേതാക്കന്മാരെ കൊണ്ടുവന്നാലും അവനെപ്പോലെ ഒരുവൻ വേറെ ആരുമില്ല. ജീസസ്, 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 ഹല്ലേലൂയ. തുല്യം പറയുവാൻ വേറെ ഒരുത്തൻ ഇല്ലാത്തവനാണ് യേശു. അവൻ മാത്രം അതുല്യൻ. ഹല്ലേലൂയ. അവനെപ്പോലെ ആരുമില്ല. എന്നിട്ട് പറയാണ്, ഞങ്ങൾ അവനെ എങ്ങനെ കണ്ടു? സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു. ഹലോ, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും. പിന്നീട് പറയാണ്, ഞങ്ങൾ നോക്കി. കാണലും നോക്കലും തമ്മിൽ വ്യത്യാസമുണ്ട്. സീയിങ് ഈസ് എ നാച്ചുറൽ ഫിനോമിന. കാണുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു സംഭവമാണെങ്കിൽ, കണ്ടതിനെ ഒന്നും കൂടി സൂക്ഷിച്ചു നോക്കുന്നതാണ് നോക്കുക എന്നുള്ളത്. ഇവിടെ പറയാണ്, ഞങ്ങൾ അവനെ സ്വന്തം കണ്ണുകൊണ്ട് കാണുക മാത്രമല്ല, 11 പേർ, ഹല്ലേലൂയ, യഹൂദന്മാരെ ഭയപ്പെട്ട ഒരു മുറിക്കകത്ത് പേടിച്ചിരിക്കുമ്പോൾ യേശു അവരുടെ നടുവിൽ പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ചിലർ വിശ്വസിച്ചു, ചിലരോ സംശയിച്ചു. കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ നോക്കി കാണുവിൻ, ഇത് ഞാൻ തന്നെയാണ്. തോമസിനോട് പറഞ്ഞു, തോമസേ, നിന്റെ വിരൽ നിങ്ങോട്ട് കൊണ്ടുവരിക. ഹല്ലേലൂയ. അവൻ യേശുവിന്റെ, ഹല്ലേലൂയ, സ്തോത്രം, മുറിവേറ്റ ഭാഗത്ത് അവന്റെ കൈവച്ച ശേഷം പറഞ്ഞു, മൈ ലോർഡ്, മൈ ഗാഡ്, എന്റെ കർത്താവും എന്റെ ദൈവവുമേ. ജീസസ്, ജീസസ്, ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ നോക്കി. അവന്റെ മുറിവേറ്റ പാട് ഞങ്ങൾ കണ്ടു. പഞ്ചമുറിവേറ്റവനല്ല നമ്മുടെ യേശു. കണ്ടാൽ മനുഷ്യനെന്ന് തോന്നാത്ത രീതിയിൽ അവന്റെ ശരീരം മുഴുവനും ഒഴിവുചാൽ പോലെ ചീന്തപ്പെട്ടു. ലോകമതങ്ങൾ പഠിപ്പിച്ചത് അവൻ 5 മുറിവുകളെ ഉണ്ടായിരുന്നുള്ളൂ എന്നാ. പക്ഷേ അവനെ കണ്ടാൽ പോലും ആളല്ല എന്ന് തോന്നത്തക്കവണ്ണം അവൻ വിരൂപമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു, നോക്കിയതും, പിന്നെ ഞങ്ങളുടെ കൈ തൊട്ടതുമായ ഞങ്ങളുടെ കൈ. ഹലോ, അതൊക്കെ പറയും ഭാഗത്ത് കുളിരാണ്. പ്രൈസ് ഗാഡ്. ഞങ്ങളുടെ കൈ കൊണ്ട് അവനെ തൊട്ടറിഞ്ഞതാണ്. പറയാണ്, ഞങ്ങളുടെ കൈ കൊണ്ട് തൊട്ടതുമായ ജീവന്റെ വചനം. ഹലോ, അതല്ല യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ, നിങ്ങൾ കേൾക്കുന്ന കാതുകൾ ഭാഗ്യമുള്ളവ. ഇതിന് കർത്താവ് പറഞ്ഞു, ഐ ടെൽ യു ദ ട്രൂത്ത്, ഞാൻ നിങ്ങളോട് പറയുന്നു, അനേക പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നതിനെ കാണുവാൻ ആഗ്രഹിച്ചു, കണ്ടില്ല. കേൾക്കുന്നതിനെ ഒന്ന് കേൾക്കുവാനെങ്കിലും ഇച്ഛിച്ചു, അവർക്ക് ഭാഗ്യം ലഭിച്ചില്ല.
എന്നിട്ട് യേശു കർത്താവ് പറയാണ്, പിതാവേ, ജ്ഞാനികൾക്കും വിവേകികൾക്കും ഇത് മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് ഇത് വെളിപ്പെടുത്തിയല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കം ഓൺ, പ്രൈസ് ഗോഡ്. ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. There is power in the blood of the Lamb. There is power in the blood of the Lamb. Over Satan, over sin, over death. There is power in the blood of the Lamb. കർത്താവിനെ ആരാധിക്കാൻ എന്ന് പറഞ്ഞ ഒരു ത്രില്ല. ഹലോ, ജീസസ്, 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 ജീസസ്. യഹോവ എലോഹിം, സൃഷ്ടാവാം ദൈവം, നിൻ വചനത്താൽ ഉളവായല്ല. യഹോവയില്ലോ അത്യുന്നതൻ നീ, അങ്ങെപ്പോലെ മറ്റാരുമില്ല. യഹോവ ശാലോം, എൻ സമാധാനം നൽകി നീ, ശാന്തി എന്നിൽ നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ഹല്ലേലൂയ. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടറിഞ്ഞതുമായ ജീവന്റെ വചനം പ്രത്യക്ഷമായി. എന്നിട്ട് പറയാണ്, ഞങ്ങൾ കണ്ടത് നിങ്ങളോട് സാക്ഷിക്കുകയും കേട്ടത് നിങ്ങളോട് പ്രസ്താവിക്കുകയും ചെയ്യുന്നു. എന്തിനാണെന്നറിയാമോ? നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനത്രേ. ഒരുവൻ യേശുവിന്റെ സാക്ഷിയാകണമെങ്കിൽ ഈ രണ്ടനുഭവങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന്, അവൻ കണ്ടതായിരിക്കണം. കുറഞ്ഞ വർഷം അവനത് കേട്ടതായിരിക്കണം. 2000 വർഷങ്ങൾക്ക് മുന്നമേ ജീവിച്ചിരുന്ന യേശുവിനെ നമ്മൾ ആരും കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ യേശുവിന്റെ സാക്ഷികളാകുക? തിരുവെഴുത്ത് പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ പൗലോസ്ലീഹ ലേഖനം എഴുതുമ്പോൾ പറയാണ്, ഫെയ്ത്ത് കംസ് ബൈ ഹിയറിംഗ്. വിശ്വാസം കേൾവിയാലും, ഹലോ, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. നമ്മൾ ആരും അന്ന് ജീവിച്ചിരിക്കുന്നില്ല എങ്കിൽ പോലും, ജഡത്തിൽ യേശുവിനെ കണ്ടിട്ടില്ല എങ്കിലും തിരുവഴുത്തിലൂടെ ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ സാധിച്ചു. 2, അവന്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ സാധിച്ചു. ഹല്ലേലൂയ. കുറഞ്ഞ പക്ഷം ഈ 2 അനുഭവങ്ങൾ ഇല്ലാത്ത ഒരു വ്യക്തി യേശുവിന്റെ സാക്ഷിയായി ഇറങ്ങിത്തിരിക്കരുത്. ഹല്ലേലൂയ. ഇനി എന്തിനാണ്, അല്ലെങ്കിൽ യേശുവിന്റെ എന്ത് സാക്ഷിയായിട്ടാണ് കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത്? അവന്റെ പുനരുത്ഥാനത്തിന് സാക്ഷികളാകുവാൻ. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം മനുഷ്യന്റെ നിർമ്മിതങ്ങളായ 7 അത്ഭുതങ്ങളിൽ പെട്ടതല്ല. ദ ഗ്രേറ്റസ്റ്റ് വണ്ടർ ഇൻ ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്നുള്ളത്, ഹല്ലേലൂയ, ഒരുവന്റെ മരണത്തിൽ നിന്നുള്ള മടങ്ങി വരവായിരുന്നു. അത് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നതിന്റെ കാരണം, ലോക മനുഷ്യന്റെ ഏറ്റവും വലിയ ഭയം എന്നുള്ളത് മരണമാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് പറയാണ്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് താനും
അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിക്ക്, മരണഭയത്തിന് അടിമകളായിരുന്നവരൊക്കെയും അവൻ വിടുവിച്ചു. മനുഷ്യന്റെ ഏറ്റവും വലിയ കൺസേൺ, മനുഷ്യന്റെ ഏറ്റവും വലിയ ഭയം എന്നുള്ളത് മൃത്യുഭയമാണ്. ഹലോ, മനുഷ്യന്റെ ഏറ്റവും വലിയ ഭയം എന്നുള്ളത്, ലോകത്തിൽ ഒരു വ്യക്തി മാത്രം മരിച്ചതായിരുന്നെങ്കിൽ നമുക്ക് പറയുമ്പോൾ വലിയ ഭയമുണ്ടായിന്. പക്ഷേ എല്ലാവരും മരിക്കുന്നത് കൊണ്ട് നമുക്കൊരു തോന്നൽ, നമുക്ക് മരണത്തെ പേടിയില്ല എന്ന്. പക്ഷേ മരണത്തിന്റെ താഴ്വരയിലൂടെ കടന്നുപോയി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവനോട് ചോദിച്ചാൽ അവൻ പറയും, അയ്യോ, അങ്ങനെ ഒരു സംഭവം ഇനി ജീവിതത്തിൽ നടക്കല്ലേ എന്ന്. ജീസസ്. ഈ ലോകത്തിൽ ഇത്രയും മതങ്ങൾ ഉടലെടുത്തതിന്റെ കാരണം എന്താണ്? ഈ ജീവിതം കഴിയുമ്പോൾ ഇതിനപ്പുറം എന്താണെന്ന് മനുഷ്യന് വലിയ ഉറപ്പില്ലാത്തതുകൊണ്ട് ഈ ഭയത്തെ ചുറ്റിപ്പറ്റി ഉരുത്തിരിഞ്ഞതാണ് ലോക മതങ്ങൾ മുഴുവനും. എന്നാൽ ക്രൈസ്തവ മാർഗം അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നതിന്റെ കാരണം മരണത്തിനപ്പുറമുള്ള യാഥാർത്ഥ്യം എന്നുള്ളത് ലോകത്തിന്റെ മുന്നിൽ വരച്ചു കാണിച്ച ഒരുവനാണ് നമ്മുടെ ജേതാവ്. അവന്റെ പുനരുത്ഥാനമാണ് സഭയുടെ അടിസ്ഥാനം. തിരുവെടുത്തു പറയുന്നു, അവനിൽ ആശ്രയിക്കുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. കാരണം അവന്റെ അടിസ്ഥാനം എന്നുള്ളത് കുലുങ്ങാത്തതാണ്. ഞാനും നീയും പിടിക്കുന്ന കൊമ്പ് കുലുങ്ങിപ്പോയാലും നിൽക്കുന്ന പാറ ഒരിക്കലും കുലുങ്ങാത്തതാണ്. കാരണം ഇത് യുഗങ്ങളുടെ പാറയാണ്. ജീസസ്. ഇത് ദിസ് ഈസ് എ റോക്ക് ഓഫ് വേജസ്. ഇത് യുഗങ്ങളുടെ പാറയാണ്. മാത്രമല്ല, ഈ പാറയിൽ ഒരുവൻ പണിയപ്പെട്ട് കഴിഞ്ഞാൽ, ഇത് പത്രോസിൽ പണിയപ്പെടുന്ന കാര്യമല്ല, ഈ അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ട ഒരുവൻ കുലുങ്ങണമെങ്കിൽ ഇവൻ ഇരിക്കുന്നവനോട് ചോദിക്കണം. ഹല്ലേലൂയ. ജീസസ്, ജീസസ്. മനുഷ്യന്റെ വാഗ്ദത്തങ്ങളൊക്കെ മാറിപ്പോയേക്കാം. മനുഷ്യൻ സഹായിക്കാമെന്ന് പറഞ്ഞവർ ഒരുപക്ഷെ അവസാന നിമിഷം 12 മണി നേരത്തെ ഒരുപക്ഷെ വാഗ്ദാനങ്ങളെ പിൻവലിച്ചേക്കാം. തിരുവെടുത്തു പറയുന്നത്, അവനിൽ ആശ്രയിക്കുന്നവൻ ഒരു നാളും കുലുങ്ങില്ല. ലോകത്തിൽ മനുഷ്യന്റെ ഏറ്റവും വലിയ ഭയം മരണഭയമാണ്. എന്നാൽ ആ മൃത്യുഭയം യേശുവിന്റെ മരണ പുനരുത്ഥാനത്തോടുകൂടി നീക്കിക്കളഞ്ഞു. ഹലോ, ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ വിടുവിപ്പാൻ യേശുവിന്റെ മരണം, ഇറ്റ് വാസ് മോർ ദാൻ ഇനഫ്. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം യേശുവിന്റെ പുനരുത്ഥാനം എന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ്. അതിന് സാക്ഷികളാകുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് പുതിയ നിയമ സഭയിലെ ഭക്തന്മാർ. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി, ഹലോ, പ്രേതമോ ഭൂതമോ അല്ല, ദിസ് പവർ ഓഫ് റിസറക്ഷൻ, ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി നിങ്ങളിൽ പകരപ്പെടുമ്പോൾ ഈ പുനരുത്ഥാനത്തിന് നിങ്ങൾ സാക്ഷികളായിത്തീരും. മാത്രമല്ല, ഈ ശക്തി പ്രാപിച്ചവൻ എവിടെയെല്ലാം പോയി ഈ സദ്വർത്തമാനം ഘോഷിക്കുമോ അവിടെയെല്ലാം മറ്റടിസ്ഥാനങ്ങൾ കുലുങ്ങും. ജീസസ്. അതുകൊണ്ടല്ലേ പൗലോസ്ലീഹ പറയുന്നത്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, രക്ഷിക്കപ്പെടുന്ന ഏവർക്കും അത് ദൈവശക്തിയത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഇത് പ്രാപിക്കുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഓടിപ്പോയി അങ്ങോട്ട് യേശു ഉയർത്തെന്ന് പറഞ്ഞാലൊന്നും ആരും വിശ്വസിക്കില്ല. ഇത് കൺമുൻപാകെ അത്ഭുതങ്ങൾ കാണിച്ചിട്ടും മരിച്ചവരെ ഉയർപ്പിച്ച് കാണിച്ചിട്ടും വിശ്വസിക്കാത്ത ലോകമാണ്. അതുകൊണ്ട് ഈ ശക്തി ഏറ്റെടുത്ത ശേഷം മാത്രമേ നിങ്ങൾ പോകാവൂ എന്ന് കർത്താവ് ശിഷ്യന്മാർക്ക് ആഹ്വാനം ചെയ്തു.
ഇനി സാക്ഷി ആരാണെന്ന് പറഞ്ഞു. അത് കണ്ടതായിരിക്കണം, അത് കേട്ടതായിരിക്കണം. കുറഞ്ഞ പക്ഷം ഒരു തെളിവെങ്കിലും ഉണ്ടായിരിക്കണം കേട്ടതിന്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവനാണ് യേശുവിന്റെ സാക്ഷി. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് പറയാണ്, നിങ്ങൾ ഈ ശക്തി ലഭിച്ച ശേഷം യെരൂശലേമിലും യഹൂദ്യയിലും ശമരിയിൽ എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളാകും. അതിന്റെ അർത്ഥം എവിടെയെല്ലാം ക്രിസ്തുവിന്റെ ഈ സദ്വർത്തമാനം ഘോഷിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം യേശുവിന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും ഘോഷിക്കേണ്ടത് ആവശ്യം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒരു സുവിശേഷകനാകട്ടെ, ഒരു ശുശ്രൂഷകനാകട്ടെ, ഒരു പാസ്റ്ററാകട്ടെ, പ്രവാചകനാകട്ടെ, അദ്ദേഹത്തിന്റെ സന്ദേശത്തിനകത്ത് യേശുവിന്റെ കഷ്ടാനുഭവങ്ങളും യേശുവിന്റെ മരണവും യേശുവിന്റെ പുനരുത്ഥാനവും ഉൾപ്പെടുന്നില്ല എങ്കിൽ അവൻ കർത്താവിൽ നിന്നുള്ളവനല്ല എന്ന് നാം തിരിച്ചറിയണം. ഒരുവൻ ക്രിസ്തുവിൽ നിന്നുള്ളതാണോ എന്ന് നാം തിരിച്ചറിയേണ്ടത് ഈ സന്ദേശം കേൾക്കുമ്പോഴാണ്. ക്രിസ്തുവിൽ നിന്നുള്ളവനെല്ലാം ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെയും അവന്റെ മരണ പുനരുത്ഥാനത്തെയും അവൻ ഘോഷിച്ചിരിക്കും. യേശുവിന്റെ പുനരുത്ഥാനം ഘോഷിക്കപ്പെടുന്നിടത്തെല്ലാം ജനം വിടുവിക്കപ്പെടാറുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ദൈവസഭയുടെ ഏറ്റവും വലിയ ദൗത്യം എന്നുള്ളത് ബി എ വിറ്റ്നസ് ഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിന് ഈ രീതിയിൽ സാക്ഷികളാകുക എന്നുള്ളതാണ്. ഇനി തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ ഇതെങ്ങനെയാണ് സഭയ്ക്ക് കൈമാറ്റം ചെയ്തിരിക്കുന്നതെന്നും നാം മനസ്സിലാക്കുന്നു. ഇത് ഘോഷിക്കുന്ന സഭയുടെ സ്ഥാനം ഏതാണെന്ന് നാം മനസ്സിലാക്കുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായം പഠിക്കുമ്പോൾ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ സഭയുടെ സ്ഥാനം അല്ലെങ്കിൽ അവർ ഐഡന്റിറ്റി ആൻഡ് അവർ പൊസിഷൻ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ നമ്മുടെ സ്ഥാനവും നമ്മുടെ തിരിച്ചറിയലും എവിടെയാണെന്ന് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസ് 10-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് 70 ശിഷ്യഗണത്തോടായിട്ട് പറഞ്ഞു, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതിനത്രേ സന്തോഷിപ്പിൻ. ഇനി ഭൂതങ്ങൾ കീഴ്പ്പെടുന്നതിന്റെ കാരണവും നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഇതുവരെയും സംസാരിച്ച വിഷയത്തിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ലളിതമായിട്ട് മനസ്സിലായി എന്തുകൊണ്ടാണ് ഭൂതങ്ങൾ കീഴടങ്ങുന്നത്, എന്തുകൊണ്ടാണ് അശുദ്ധാത്മാക്കൾ വിട്ട് ഓടിപ്പോകുന്നത്, എന്തുകൊണ്ടാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. കാരണം നമ്മുടെ ആരാധ്യൻ അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. എഫെസ്യ ലേഖനത്തിൽ പരിശുദ്ധാത്മാവിൽ പൗലോസ്ലീഹ പറയുന്നത് സഭയുടെ സ്ഥാനത്തെക്കുറിച്ചാണ്. 1-ാം അധ്യായം മുഴുവനും സഭയെക്കുറിച്ച് പറഞ്ഞ ശേഷം സഭയുടെ സ്ഥാനം എന്താണെന്നുള്ളത്, അധികാരവും സ്ഥാനവും പദവിയും ഏതാണെന്ന് പരിശുദ്ധാത്മാവിൽ വെളിപ്പെടുത്തുകയാണ്. അവിടെ പറയുന്നത്, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. എന്നിട്ട് അവയിൽ നമ്മുടെ കഴിഞ്ഞകാലം പറയുകയാണ്. അങ്ങനെ മരിച്ചവരായിരുന്ന നമ്മിൽ നമ്മുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് പറയാണ്. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ച് നടക്കുകയും നമ്മുടെ ജഡത്തിനും മനോവികാരങ്ങൾക്ക് ഇഷ്ടമായതൊക്കെയും ചെയ്ത് മറ്റുള്ളവരെ പോലെ നാം കോപത്തിന്റെ മക്കളായിരുന്നു. We who were dead in our sins and transgressions were made alive with Christ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. എന്നിട്ട് പറയാണ്, അവയിൽ നിങ്ങൾ അങ്ങനെ മരിച്ച നാളുകളിൽ നിങ്ങൾ മുമ്പേ you walked according to the pattern, methodology, according to the course of this world. ഈ ലോകത്തിന്റെ കാലഗതിക്കനുസരിച്ച് നടന്നു.
അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിന്റെ അധിപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു ദ പ്രിൻസ് ഓഫ് ദി പവർ ഓഫ് ദി എയർ, ആകാശത്തിന്റെ പ്രഭുവിനെ അനുസരണക്കേടിന്റെ ആത്മാവിനെയും അനുസരിച്ച് നടന്നവരായിരുന്നു. അങ്ങനെ ബൈ നേച്ചർ വി വർ ദ ചിൽഡ്രൻ ഓഫ് wrath. നമ്മൾ പ്രകൃതിയ കോപത്തിന്റെ ദൈവക്രോധത്തിന്റെ മക്കളായിരുന്നു. അടുത്ത ഭാഗത്ത് പരിശുദ്ധാത്മാവിൽ പൗലോസ്ലീഹ എടുത്തു പറയുകയാണ്, എന്നാൽ ഗാഡ് ഹൂ ഈസ് റിച്ച് ഇൻ മേഴ്സി, കരുണാസമ്പന്നായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നിങ്ങളെയും ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിച്ചു. കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ നിങ്ങൾക്ക് വെളിപ്പെടുത്തേണ്ടതിനായിട്ട്, നിങ്ങൾക്ക് കാണിക്കേണ്ടതിനായിട്ട് ക്രിസ്തുവിനോടുകൂടി നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗസ്ഥലത്ത് ഇരുത്തിയിരിക്കുന്നു. ഒന്നാമത്തെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് കിഴക്ക് ഏദനിലാക്കി വെച്ചിരുന്നുവെങ്കിൽ ഒടുവിലത്തെ ആദാമായിരുന്ന ക്രിസ്തുവിലൂടെ ജീവിച്ചെഴുന്നേൽക്കുന്ന ഒരുവനെ ദൈവം നിർത്തിയിരിക്കുന്നത് സ്വർഗസ്ഥലത്താണ്. എന്നിട്ട് പറയാണ്, ആദ്യത്തെ 3 വാക്യങ്ങളിൽ പറയുന്നത്, അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതി, 2 ആകാശത്തിന്റെ പ്രഭു, ദ പ്രിൻസ് ഓഫ് ദി എയർ, ഹലോ, അക്കോർഡിംഗ് ടു ദ സ്പിരിറ്റ് ഓഫ് ഡിസൊബീഡിയൻസ്, അനുസരണക്കേടിന്റെ ആത്മാവിനെ അനുസരിച്ച് നടന്നു. സോ വി വർ കൺട്രോൾഡ് ബൈ ദി പവർ ഓഫ് ഡാർക്ക്നെസ്. നമ്മെ നിയന്ത്രിച്ചത് മുഴുവനും ഈ ഇരുട്ടിന്റെ അധികാരമായിരുന്നു. എന്നാൽ നാം വീണ്ടും ജനനം പ്രാപിച്ചപ്പോൾ നമ്മെ ക്രിസ്തുവിനോടുകൂടി യേശു കർത്താവിന്റെ കഷ്ടാനുഭവത്തെയും മരണത്തെയും പുനരുത്ഥാനത്തെയും എനിക്ക് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റെടുത്തപ്പോൾ എന്നിൽ അടക്കി വാണിരുന്ന ഇരുട്ടിന്റെ ശക്തികൾ മാറിപ്പോയി. എന്നിൽ പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിച്ച് എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ആകാശ മണ്ഡലങ്ങൾക്കും മേൽ സ്വർഗസ്ഥലത്ത് അവൻ എന്നെ ഇരുത്തി. പരീക്ഷകൻ യേശുവിനെ പരീക്ഷിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഈ ലോകത്തിലെ സകല രാജ്യങ്ങളും അതിന്റെ മഹത്വം മുഴുവനും എങ്കലേൽപ്പിച്ചിരിക്കുന്നു. എനിക്കിഷ്ടമുള്ളവന് മനസ്സുള്ളവന് ഞാനത് കൊടുക്കുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ ഇതെല്ലാം നിന്റേതാകുമെന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. ഹല്ലേലൂയ. എന്നാൽ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശു മശിഹ ശിഷ്യന്മാരോട് പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകിയിരിക്കുന്നു. ജീസസ് ജീസസ് ജീസസ്, ഹല്ലേലൂയ. ഇവിടെ ലൂക്കോസ് 4-ാം അധ്യായത്തിൽ പരീക്ഷകൻ യേശുവിനോട് പറയുന്നത്, ഈ കാണുന്നതൊക്കെയും അതിന്റെ അധികാരം, അതായത് ലോകത്തിലെ രാജ്യങ്ങളെയും അതിന്റെ അധികാരം, അതിന്റെ മഹത്വം മുഴുവൻ എന്റെ കയ്യിലാണ്. പക്ഷേ അനുസരണത്തോടുകൂടി ന്യായപ്രമാണത്തെ നിവർത്തിച്ച യേശു കർത്താവ്, പ്രവാചകന്മാരുടെ പ്രവചനത്തെ നിവർത്തിച്ച കർത്താവ്, മാനവരാശിയുടെ ഉദ്ധാരണത്തിനു വേണ്ടി സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞ് ക്രൂശിൽ അനുസരണത്തോടുകൂടി തന്നെത്താൻ ഏൽപ്പിച്ച പിതാവിന്റെ നിർണയത്തിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിക്ഷഗണത്തിന് പ്രത്യക്ഷനായിട്ട് പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഈ അധികാരത്തോടെ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് ഉപദേശിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. എന്നിട്ട് അടിക്കുറപ്പെട്ടു പറഞ്ഞു, ഞാനോ നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ജീസസ് ജീസസ്.
ജീസസ് ജീസസ് ഹല്ലേലൂയ. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനം തോറും. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനം തോറും. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിലോ വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. കഷ്ടങ്ങൾ അനവധി വന്നിടിലോ എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ.